കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ നടുവിൽ വീണ്ടും യേശുവിന്റെ വചനവുമായി നിൽക്കുവാനായി കർത്താവ് തന്ന വലിയ ഭാഗ്യപദവികളെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. സഭയിലായിരിക്കുന്ന സഹോദരി സഹോദരങ്ങള്, കുഞ്ഞുമക്കള്, ആമേൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ അന്യഭാഷയിൽ ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. പരിശുദ്ധ ആവിയാണ് നമുക്ക് അന്യഭാഷ നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ അന്യഭാഷ പറയാൻ മടിക്കരുത്. നമുക്ക് അന്യഭാഷ നൽകുന്ന പരിശുദ്ധാവി നമ്മെ ഉണ്ടാക്കിയവരാണ്, സർവ്വവല്ലവരാണ്, നമുക്ക് ഉയിർ തരുന്നവരാണ്. അതുകൊണ്ട് അന്യഭാഷ പേശി ആരാധിക്കുമ്പോൾ നമുക്ക് ഉയിർ കിടക്കും. പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോഴാണ് നമുക്ക് അന്യഭാഷ കിട്ടുന്നത്. സ്തോത്രം. പരിശുദ്ധ ആവിൻ നിറവ് ഒരു മുறை കിട്ടിയാൽ പോരാ, മരണം വരെയും അത് പുതുപ്പിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ ആവിയിൽ നിറഞ്ഞവർ പിന്മാറിപ്പോകുന്നത് ആ നിറവെ പുതുക്കാത്തത് കൊണ്ടാണ്. പിന്നെ പരിശുദ്ധ ആവിൻ നിറവുണ്ട്, പരിശുദ്ധ ആവിൻ നടത്തിപ്പുണ്ട്. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവ ആവിയാണവർ നടത്തണമെങ്കിൽ എല്ലാ നാളും ജപം பண்ணണം, വചനം വായിക്കണം, കർത്തരുടെ സമൂഹത്തിലിരുന്ന് തനിയായി ആരാധിക്കണം. അപ്പടി ജപിച്ച് ആരാധിക്കുന്നവരെ കർത്തരുടെ ആവി നടത്തും. കർത്തർ അവരോട് പേസും, കർത്തർ അവരെ തൂക്കിയെടുക്കും. ഇങ്ങനെയുള്ളവരെ ആരും പിന്മാറി പോകത്തില്ല. ആ കാര്യമാണ് നമ്മൾ നെയ്റ്റില് പഠിച്ചത്. സ്തോത്രം. പിന്നീട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആമേൻ, മരണം വരെയും, ആമേൻ, നമ്മൾ മരിക്കുമ്പോൾ കൂടിയും പരിശുദ്ധാവിൻ നിറവോടെ പോകാൻ ജപം பண்ணണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. കരമേർത്തി ഹല്ലേലൂയ. സ്തോത്രം. അത്രയും കാര്യമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ദൈവമക്കളെ, പരിശുദ്ധാവി നമ്മെ നടത്തും. അത് മറ്റുമല്ല, പരിശുദ്ധാവി നമ്മോട് പേസും. അത് നമുക്ക് അപ്പോസ്തല നടപടി 8-ാം അധികാരം 29-ാമത് വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാമേ? അപ്പോസ്തല നടപടികൾ അതിനുടെ 8-ാം അധികാരം അതിനുടെ 29-ാമത് വാക്യം. അപ്പോസ്തല നടപടി 8:29 ചേർന്ന് വായിച്ചോളൂ. ஆவியானவர் நீ போய் அந்த ரதத்துடனே சேர்ந்து கொள் என்று பிலிப்புடனே சொன்னார். ഒന്നുകൂടെ വായിച്ചേ. ஆவியானவர் நீ போய் அந்த ரதத்துடனே சேர்ந்து கொள் என்று பிலிப்புடனே சொன்னார். ഓക്കെ. നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, പരിശുദ്ധ ആവി ഫിലിപ്പിനോട് ഇങ്ങനെ പറഞ്ഞു, നീ രഥത്തിനോട് ചേർന്ന് നടക്കാം. അപ്പൊ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, പരിശുദ്ധ ആവി നമ്മോട് പേസും. കരമേർത്തി ഹല്ലേലൂയ. ദൈവപിള്ളകളെ, പരിശുദ്ധ ആവിയാണവർ നമ്മെ നടത്തും. ഇവിടെ പറയുന്നു പരിശുദ്ധ ആവി നമ്മോട് പേസും. അപ്പ അമ്മ പിള്ളകളോട് കാര്യങ്ങൾ പേസും, ഇല്ലയാ? അതുപോലെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനോട് പേസുവാർ, ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് പേസും, കൂട്ടുകാർ കൂട്ടുകാരോട് പേസും. ഇതുപോലെ കർത്തരുടെ ആവി നമ്മോട് പേസും. ഹല്ലേലൂയ. അതാണ് ഫിലിപ്പിനോട് ചൊല്ലി കർത്തരുടെ ആവി. ഈ പരിശുദ്ധാവി പേസുന്ന വാർത്തയെ കേട്ടാൽ നാം സോർന്നു പോകില്ല. പിന്നെ ഞാൻ പണ്ട് 99 വയസ്സുള്ള കർത്താവിന്റെ ദാസൻ മുട്ടൻ ജോൺ വർഗീസിനെ കണ്ടു. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അദ്ദേഹത്തിന് 94 വയസ്സുള്ള സമയത്താണ് ഞാൻ അവസാനമായി കണ്ടത്. അപ്പൊ ഈ പാസ്റ്ററാണ് അഴലേറും ജീവിതം അരിവിൽ എന്നുള്ള പാട്ട് എഴുതിയത്. 99-ാമത് വയസ്സിലാണ് മരണപ്പെട്ടത്. 20-ാമത് വയസ്സിൽ ഊഴിയത്തിനിറങ്ങിയതാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഏകദേശം 79 വർഷം കർത്താവിന്റെ വേല ചെയ്തു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. 79 വർഷം യേശുവിന്റെ വേല അദ്ദേഹം ചെയ്യുവാൻ ഇടവന്നു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കർത്തൃദാസനെ ഞാൻ കണ്ട സമയം അദ്ദേഹം എന്നോട് പറഞ്ഞ 1-2 അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പറയുക, പാസ്റ്ററെ, ഞാന് എൻ്റെ 20-ാമത്തെ വയസ്സില് ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങി. ആദ്യത്തെ സമയങ്ങൾ ഞങ്ങളുടെ വീട് വലിയൊരു വീടായിരുന്നു. എൻ്റെ അപ്പായിക്ക് നല്ല സ്വത്തുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വീതം വെച്ച് തന്നു. അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ വീതം
ഊളിയത്തിന് കൊടുത്തു. സ്തോത്രം. അത് പല ഊളിയർകൾക്കും സഭ കെട്ടുവാനും ഒക്കെ ആയിട്ട് ആ കാലത്ത് ഞങ്ങൾ കൊടുത്തു. പിന്നീട് ഞാനൊരു വാടകയ്ക്ക് വീടെടുത്ത് മാവേലിക്കര മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് ഊളിയം ചെയ്യുകയാണ്. അപ്പോ 16 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. കാരണം കയ്യിലുള്ള പൈസയൊക്കെ തീർന്നുപോയി. 16 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. അന്ന് 2 പിള്ളേരുണ്ട്. ചെറിയ കൊച്ച് പാല് കുടിക്കുന്ന പരുവമാണ്. എന്നും രാവിലെ ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങി വീടുകളിലൊക്കെ വിസിറ്റിങ്ങിന് പോകും. സുവിശേഷം അറിയിക്കാനും ട്രാക്റ്റുകൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. വൈകുന്നേരമാകും തിരിച്ചു വരുമ്പോ. 14 ദിവസം ഇങ്ങനെ പോയി. പക്ഷേ ഒന്നും ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നില്ല. അന്നത്തെ കാലമൊക്കെ എല്ലാ വീടുകളിലും പട്ടിണിയാണ്. ഒരു വീട്ടിൽ 8ഉം 10ഉം പിള്ളേരൊക്കെ കാണും. സ്തോത്രം. അന്നത്തെ കാലത്ത് ഇവർക്കൊന്നും വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ പോലും ഇല്ലാത്ത കാലമാണത്. അപ്പൊ മുട്ടം ഗീവർഗീസ് പാസ്റ്റർ പറഞ്ഞത് എങ്ങനെയാ? ഇങ്ങനെ വീടുകളൊക്കെ നടന്ന് സുവിശേഷം അറിയിച്ച് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും നല്ല വിശപ്പായിരിക്കും. ഒന്നും കഴിക്കാൻ കാണത്തില്ല. മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടി ശീലിച്ചിട്ടില്ല. ഞങ്ങള് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കിടന്നുറങ്ങും. 14 ദിവസം ഇങ്ങനെ പോയി. 14-ാം ദിവസമായപ്പോ 2 വാരമായി എന്റെ മനവി തളർന്നു പോയി. അവക്ക് പിള്ളയ്ക്ക് പാല് കൊടുക്കാൻ ശക്തിയില്ലാതെയായി. വല്ലതും കഴിച്ചാലല്ലേ പാലുണ്ടാവത്തുള്ളൂ. പിള്ള കിടന്ന് കരയുക. സ്തോത്രം. അങ്ങനെ മനവി 14-ാം ദിവസം തളർന്ന് അല്പം പോലും എഴുന്നേൽക്കാൻ ബലമില്ലാതെ എന്റെ മടിയിൽ കിടക്കുമ്പോൾ അവളെ നോക്കി ഞാൻ പാടിയതാണ്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണീൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകാരത്താൽ ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടങ്ങിടുക, ആഴലേറും ജീവിത നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും ജീവിത നീ തളരുകയോ ഇനി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എന്റെ ഭാര്യ തളർന്ന് 14-ാം ദിവസം എന്റെ മടിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ പാട്ട് ഭാര്യയെ നോക്കി പാടിയത്. അപ്പൊ മുട്ടും അപ്പച്ചൻ പറഞ്ഞത്, തളരുകയോ സഹജേ, സഹജേ എന്ന് വിളിച്ചത് എന്റെ ഭാര്യയെ തന്നെയാ. സഹജേ എന്ന വാക്കിനർത്ഥം എന്റെ കൂട്ടാളിയെ, എന്റെ കൂടെയുള്ളവളെ എന്നൊക്കെ തന്നെയാണ്. സ്തോത്രം. എന്നോട് സഹകരിക്കുന്ന എന്റെ പ്രിയയെ എന്ന അർത്ഥത്തിലാണ് ആ പാട്ടില്. ആമൻ. തന്റെ ഭാര്യയെ നോക്കിയാണ് താനത് പറഞ്ഞത് എന്നാണ് കർത്താവിന്റെ ദാസൻ അന്ന് എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ അത് കിടക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, 14-ാം ദിവസം ഇങ്ങനെ ഭാര്യയെ നോക്കി പാട്ട് പാടി. പക്ഷേ അത്ഭുതമൊന്നും നടന്നില്ല. പട്ടിണിയുടെ 15-ാം ദിവസത്തിലും ഒന്നും സംഭവിച്ചില്ല. 16-ാം ദിവസം ആയപ്പോഴേക്കും ഞാനും തളർന്നു. 16 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. എൻ്റെ ഭാര്യ വയ്യാതെയായി, ഞാനും വയ്യാതെയായി.
ആ സമയം പിശാച് ഉള്ളത്തിൽ ഇടപെടാൻ തുടങ്ങി. നിന്റെ ദൈവം എവിടെയാ? നീ പറയുമല്ലോ, മരുഭൂമിയിൽ മന്നാ പൊഴിച്ച നിന്റെ ദൈവം, കാടപ്പക്ഷിയെ കൊണ്ട് പോഷിപ്പിച്ച നിന്റെ ദൈവം, പാറയെ പിളർന്ന് ഉറവ തുറന്ന നിന്റെ ദൈവം, ആമൻ, ആ ദൈവം എവിടെ പോയി? സ്തോത്രം. 16 ദിവസമായി നിന്റെ ദൈവം നിനക്കൊന്നും തന്നില്ലല്ലോ. ആ ദൈവം ഇനി നിനക്കൊന്നും തരില്ല. നിന്റെ ഭാര്യ മരിക്കും, നിന്റെ കുഞ്ഞുങ്ങൾ മരിക്കും, നീയും മരിക്കും, നിങ്ങൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടും എന്ന് ഹൃദയത്തിൽ ഒരു വലിയ പൈശാചികമായ ഇടപെടലുണ്ടായി. ഒരു നെഗറ്റീവ് ചിന്ത വന്നു. 16 ദിവസമായി ദൈവത്തിന്റെ പ്രവർത്തികളൊന്നും കാണുന്നില്ലല്ലോ. സ്തോത്രം. പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ദേവാവി 103 സംഗീതം തന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. നിങ്ങൾ അതെപ്പോഴും ആശീർവാദത്തിൽ പറയുന്ന കാര്യമല്ലേ? എൻ ആത്മാവേ, എൻ മുഴു ഉള്ളമേ. മറവാതെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അപ്പൊ ഈ വാക്യം പ്രിയ പാസ്റ്ററിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. ആ നിമിഷം ഹല്ലേലൂയ പിശാചിനെ ശാസിച്ചു, നീ പോടാ സാത്താനെ, എന്റെ കർത്താവ് എനിക്ക് വഴി തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ പിശാചിനെ ശാസിച്ചുകൊണ്ട് തന്റെ നാവിൽ വന്ന വരികളാണ് മറ്റൊരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കാം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ ആമേൻ, കർത്തൻ ജയം നൽകിയിടും. ഓ പാറയിൽ നിന്നു തേൻ പൊഴിയോ, ജീവനീരിൽ നിന്നു നീ കുടിക്കോ. പാറയിൽ നിന്നു തേൻ പൊഴിയൂ, ജീവനീരിൽ നിന്നു നീ കുടിക്കൂ. മരുഭൂ പ്രയാണം കഴിയും വരെയോ മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂ പ്രയാണം കഴിയും വരെയോ മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും. ആമേൻ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും. ഓ ശത്രുവിൻ തല തകർത്തവന്, മാത്രയിൽ ജയം തന്നവന്. ശത്രുവിൻ തല തകർത്തവനെ ജയം. ഓ ശത്രു മുൻപാകെ മേശയൊരുക്കൂ, മിത്രനാമേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കൂ, മിത്രനാമേശുവേ സ്തുതി ആമേ. സ്തോത്രഗീതം പാടുക നീ ആമേൻ, കർത്തൻ ജയം നൽകിയിടും. ഓ സ്തോത്രഗീതം പാടുക നീ ആമേൻ. നിശ്ചയമേ കാഷ്ടവും മഹാശാസനയും നീതയും ഉള്ള ദിനഭൂമിതേ. കാഷ്ടവും മഹാശാസനയും നീതയും ഉള്ള ദിനഭൂമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ കള്ളൂര ചെയ്യുകിൽ എന്തു ഭയോ.
ഉള്ളം കലക്കും കള്ള സഹോദരൻ വള്ളുര ചെയ്യുകിൽ എന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നീ ജയം. ഓ സ്തോത്രഗീതം പാടുക നീ മനം, ആമേൻ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. ആമേൻ, സ്തോത്രഗീതം പാടും. ഹല്ലേലൂയ, കർത്തൻ ജയം നിശ്ചയമേ. ആമേൻ, സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിയിടും നിശ്ചയമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഈ പാട്ട് ആ കർത്തൃദാസൻ പാടി. ഹല്ലേലൂയ. അപ്പൊ പട്ടിണിയുടെ 14-ാമത് ദിവസം അഴലേറും ജീവിതം അരുവിൽ എന്ന് പാടി. 16-ാമത് ദിവസം സ്തോത്രം, സ്തോത്രഗീതം പാടുക നീ മനമേ എന്ന പാട്ട് പാടി. ഈ പാട്ട് പാടി ആമേൻ പറഞ്ഞപ്പോ പുറത്ത് കതകിൽ ഒരു മുട്ട് കേട്ടു. ഇത് മുട്ടം വർഗീസ് പാസ്റ്ററിന്റെ വീടാണോ, ജോൺ വർഗീസിന്റെ വീടാണോ എന്ന് ചോദിച്ചു. ഒരു അമ്മ വന്ന് സ്തോത്രം കതകെ മുട്ടി വിളിക്കുക. അപ്പൊ കതക് തുറന്നപ്പോ ഈ അമ്മയുടെ തലയിൽ ഒരു ചെറിയ കൊട്ടയുണ്ട്. ഈ അമ്മ ചോദിക്കുക, ഇത് ദൈവദാസന്റെ വീടല്ലേ? അതെ. ഓക്കെ. ആ കൊട്ട താഴ്ത്തി വെച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞാന് കായംകുളം ചന്തയിൽ നിന്ന് അരിയും മലക്കറിയും ഒക്കെ കൊട്ടയിൽ മേടിച്ച് കൊണ്ടുപോയി വീടായ വീടുകളിൽ നടന്ന് അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു ആളാ. ഞാൻ ഇന്ന് കച്ചവടം കഴിഞ്ഞ് വ്യാപാരം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോ 2 പ്രാവശ്യം ഒരു ശബ്ദം കേട്ടു, എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ. 2 പ്രാവശ്യം ശബ്ദം കേട്ടു. എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോ ദൈവം എന്നോട് ഇടപെട്ടു. നീ കേട്ട ശബ്ദം എന്റെയാണ്. എൻ്റെ ദാസൻ ജോൺ വർഗീസ് കഷ്ടത്തിലാണ്, അവനെ സഹായിക്കണം. അപ്പച്ചൻ എന്നോട് നേരിട്ട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ അമ്മ ഈ ശബ്ദം കേട്ടു, ദർശനം ദൈവം കാണിച്ചു. ഇതാണ് എൻ്റെ ദാസൻ താമസിക്കുന്ന വീട്. ഈ അമ്മ പറയുവാ, ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ കൊട്ടയില് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആളായത് കൊണ്ട് ഈ വീട് എനിക്കറിയാം. പക്ഷെ ഇവിടെ ഒരു ദൈവദാസൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ദൈവദാസനെ ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ വീട്ടിലുള്ളത് 2 ഗ്ലാസ് അരിയാണ്. പിന്നെ ഇന്നത്തെ കച്ചവടത്തിൽ കിട്ടിയ 1/2 രൂപ 50 പൈസയുമുണ്ട്. ഇത് ഞാനല്ല, യേശുവാണ് തരുന്നത്. ഇത് ദയവായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ആ 2 ഗ്ലാസ് അരിയും 1/2 രൂപയും 50 പൈസയും, അന്നത്തെ കാലത്ത് 50 പൈസക്ക് വിലയുണ്ട് കേട്ടോ. കരമേർത്തി ഹല്ലേലൂയ പറയാം. ആ 1/2 രൂപയും എടുത്ത് കർത്തൃദാസന്റെ കൈകളിൽ കൊടുത്തു. യേശുവാണ് തരുന്നതെന്ന് പറഞ്ഞു. ഉടനെ ആ ദൈവദാസൻ ആ 2 ഗ്ലാസ് അരി കൈകളിൽ എടുത്തിട്ട്, കർത്താവേ, എനിക്ക് 200 പറ അരി അങ്ങ് തന്നല്ലോ, നന്ദി എന്ന് പറഞ്ഞു ഉറക്ക സ്തോത്രം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ തന്റെ ഭാര്യ തന്നെ തട്ടി വിളിച്ചോച്ച് ചോദിച്ചു, അതെന്നാ ചായ, 2 ഗ്ലാസ് അരിയല്ലേ, 2 നാഴി എന്നാ പറയുന്നേ, 2 നാഴി അരിയല്ലേ തന്നത്, പിന്നെ എന്തിനാ 200 പറ അരി കിട്ടിയതിന് സ്തോത്രം എന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചപ്പോ ദൈവദാസൻ പറഞ്ഞത്, എൻ്റെ ഭാര്യയെ സ്തോത്രം, ഈ 2 ഗ്ലാസ് അരി നമുക്ക് യേശു തന്നതായതുകൊണ്ട് ഇത് 200 പറ അരിയേക്കാൾ ശ്രേഷ്ഠമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാ. സത്യം പറയാലോ ദൈവമക്കളെ, ഇതൊക്കെ ഞാൻ കേട്ടപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ചും
എന്നെ കുറിച്ചുമൊക്കെ ഞാനൊന്ന് ശോധന ചെയ്തു. പണ്ടുള്ള ദൈവദാസന്മാര് 2 ഗ്ലാസ് അരി കിട്ടുമ്പോ 200 പറ അരി കിട്ടിയ സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിച്ചവരാണ്. ഇന്നുള്ളവർക്ക് 200 പറ കിട്ടിയാലും വാ തുറന്ന് 2 ഗ്ലാസ് കിട്ടിയതിന് നന്ദി പറയില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. പ്രിയപ്പെട്ടവരെ, ആ പിതാവ് സ്തോത്രം പറഞ്ഞു. അപ്പൊ ഈ അപ്പച്ചനും അമ്മച്ചിക്കും ക്ഷീണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സഹോദരി തന്നെ പോയി ആ അരി കഴുകി അടപ്പത്ത് വെച്ചു. ഇത്രയുമായ സമയം പുറത്ത് വേറൊരാൾ, ഒരു പോസ്റ്റ്മാൻ വന്ന് വിളിക്കുകയാണ്. ഇത് മുട്ടം ജോൺ വർഗീസിന്റെ വീടല്ലേ? അതെ. നിങ്ങളുടെ പേരിൽ കഴിഞ്ഞ 16 ദിവസമായി ഒരു രജിസ്ട്രേഡ് ഒരു തുക, ഒരു മണി ഓർഡർ കിടന്ന് കറങ്ങുകയാണ്. ഈ പോസ്റ്റ്മാൻ പറയുക, കേരളത്തിൽ എങ്ങാണ്ട് 5 മുട്ടമുണ്ടെന്ന്. കേരളത്തിൽ മാത്രം. എനിക്ക് ചിലതൊക്കെ അറിയാം. ചിലയിടത്ത് ഞാൻ പോയിട്ടുണ്ട്. കാസർഗോഡ് മുട്ട ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. തൊടുപുഴയ്ക്കടുത്തൊരു മുട്ടമുണ്ട്, അവിടെ ഞാൻ പോയിട്ടുണ്ട്. മാവേലിക്കര മുട്ടമുണ്ട്, അവിടെയും പോയിട്ടുണ്ട്. ഇവിടെയുണ്ട്, കോവളത്തിനടുത്ത് ഒരു മുട്ടമുണ്ട്. തമിഴ്നാട്ടിലും ഉണ്ട് മുട്ടം, അവിടെയും ഞാൻ പോയിട്ടുണ്ട്. കർമ്മകീർത്തി ദൈവത്തിന്. പിന്നെ വേറെ ഏതാണ്ട് ഒരു മുട്ട ഉണ്ട്, അത് പോയിട്ടില്ല. സ്തോത്രം. അപ്പോ ഈ പോസ്റ്റ്മാൻ പറയുക, കേരളത്തിൽ മാത്രം 5 മുട്ടമുണ്ട്. അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ടെക്നോളജിയോ കമ്പ്യൂട്ടറൈസ്ഡ് എന്താ പറയുക സെൻഡിങ് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അപ്പൊ 16 ദിവസം മുമ്പ് ഈ ദൈവദാസന്റെ പേരിൽ മുട്ടത്ത് താമസിക്കുന്ന ജോൺ വർഗീസിന് എന്ന് പറഞ്ഞുകൊണ്ട് മണി ഓർഡർ വന്നിരിക്കുക. ഇത് നേരെ തൊടുപുഴ മുട്ടത്ത് വരുമ്പോ കാസർഗോഡേക്ക് അയക്കുന്നു. അഡ്രസ് വെരിഫൈഡ് അല്ല. അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കുന്നു. വെരിഫൈഡ് ആകുന്നില്ല. അങ്ങനെ ഇത് 16 ദിവസമായി കറങ്ങുക. അവസാനം ഈ ദൈവദാസൻ താമസിക്കുന്ന ഒറിജിനൽ മുട്ടത്തെത്തി. അഡ്രസ് വെരിഫൈഡ് ആയി. എത്ര ദിവസമായി ദൈവദാസന് പട്ടിണി തുടങ്ങിയിട്ട്? 16 ദിവസം. ഇത് കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് 16 ദിവസം. ഒരു കാര്യം ഞാൻ പറയാം, ഒരു നീക്കുപോക്കൊരുക്കാതെ ഒരു പരീക്ഷ വരില്ല. ഒരു പോക്കുവഴി വെക്കാതെ ഒരു പരീക്ഷ കർത്തർ അനുമതിക്കമാട്ടെ. നമ്പിക്കയുള്ളവർ കയ്യെ അടിച്ച് ദേവനുക്ക് പുരാണബലം, വേദപ്രബലബലം, ഹസ്തകടഗണബലം, വൈഡബലം, ഹർഷപ്രൗഢനബലം, മന്ദൽഗമാനബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ അഡ്രസ് വെരിഫൈഡ് ആയി. കർത്തൃദാസൻ ആ തുക ഇവരെ കൈമാറുകയാണ്. അത് കൈമാറി അത് തുറന്നു നോക്കുമ്പോ ആ കർത്തൃദാസൻ പറഞ്ഞത് അച്ചിട്ടായിരുന്നു. അന്നത്തെ കാലത്ത് 200 പറ അരി മേടിക്കാനുള്ളതിലും അപ്പുറം അതിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. ബൈബിളിൽ ഒരു വചനമുണ്ട്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതാ ഞാൻ പറയുന്നത്, ദേവ ആവി നമ്മോട് പേസും. അത് കേട്ട് വിശ്വാസത്താൽ നീ പറയാൻ തുടങ്ങുമ്പോ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. നമ്പിക്കയുള്ളവർ, അതുകൊണ്ട് ഈ നാളുകളിൽ നീ അന്യഭാഷയിൽ ജപം പണ്ണുമ്പോ കർത്തരുടെ ആവിയാണവർ പേസത്തുടങ്ങും. ദേവനുടെ ശബ്ദത്തെ കേൾക്കത്തുടങ്ങും. യേശു കർത്താവെ, പരിശുദ്ധാവയിൽ നിറഞ്ഞ് ആവിയിൽ ജപിക്കുവതற்கு, അഭിഷേകത്തിൽ ജപിക്കുവതற்கு இந்த மக்கடமேல் கிருபை ஊற்றுங்கப்பா. ആൽക്കനബലഭേദ ബൗഡനബലഘടകനബൽ ഘമനബലബൗഡലബ. യേശുവിന്റെ നാമത്തിൽ കർത്തരിൻ മഹിമ ഇറങ്ങി വരട്டும். കർത്തരിൻ അഭിഷേകം ഇറങ്ങി വരട്டும். ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ അവൻ വന്ന ലെറ്ററിനകത്ത് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അമേരിക്കയിലുള്ള ഒരു സഹോദരി പ്രാർത്ഥിക്കുന്ന സമയം ദൈവം നിയോഗം കൊടുത്തു. അന്നേക്ക് മിനിമം 1 മാസമെങ്കിലും മുമ്പാണ് ആ സംഭവം നടക്കുന്നത്. അവര് ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവൻ അവർക്കൊരു നിയോഗം കൊടുക്കുകയാ. ഈ അഡ്രസ്, ജോൺ വർഗീസ് എന്ന ഈ കർത്തൃദാസന്റെ അഡ്രസ്
ഈ സഹോദരിക്ക് ദൈവാത്മാവ് കൊടുത്തുകൊണ്ട് ഇതിലേക്ക് നീ ഈ നന്മ അയക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ ഉള്ളത്തോട് 1 മാസം മുമ്പേ ദേവൻ ഇടപെടുകയാണ്. അപ്പൊ ഞാനത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. ദൈവമക്കളെ, ഈ ജോൺ വർഗീസ് എന്ന കർത്തൃദാസന് പട്ടിണി ഉണ്ടാകുമെന്ന് ആ ദൈവദാസൻ പോലും അറിഞ്ഞിട്ട് 16 ദിവസേ ആകുന്നുള്ളൂ. എന്നാൽ 1 മാസങ്ങൾക്ക് മുമ്പേ ദേവൻ അത് അറിഞ്ഞ് അതിനുള്ള നീക്കുപോക്ക് അവൻ തന്റെ ദാസിയുടെ പക്കൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞാൻ ദേവ ആവിയിൽ വിളിച്ചു പറയുക, വലിയ തീച്ചുളയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷയം നേരത്തെ ദൈവത്തിനറിയാം. അതിന് മധ്യത്തിൽ ദൈവം ഒരു കര വെച്ചിട്ടുണ്ട്. ഈ തീജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല, ഈ വെള്ളം നിന്നെ മുക്കിക്കളയില്ല. ഈ ജപിക്കുന്ന കാര്യങ്ങൾ കർത്തർ ഉനക്ക് ജയത്തെ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീയിൽ കൂടി നീ കടക്കും, തീ ജ്വാല നിന്നെ എരിക്ക മാട്ടേ. വെള്ളത്തിൽ കൂടി നീ കടക്കും, ആന വെള്ളം നിന്നെ മുക്കിക്കളയാതെ കർത്തരിൻ കരമുണക്കായി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ദേവനുടെ മഹിമയെ നീ കാണപ്പോകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്നത്തോടെ ആ കർത്തൃദാസന്റെ കഷ്ടത മാറി. അതുക്കപ്പുറം ദേവൻ അവരെ ഉയർത്ത തുടങ്ങി. പ്രിയമക്കളെ, സ്തോത്രം. സഹോദരങ്ങളെ, അതിനുശേഷം പിന്നീട് അവരെ US ദൈവം അയച്ചു. ഇതേ സഹോദരി തന്നെ ദൈവനിയോഗത്താൽ അവർക്ക് വിസയെല്ലാം കൊടുത്തു. അങ്ങനെ ആ കാലത്ത് അമേരിക്കയിലേക്ക് അവർ പോയി. കർത്താവിന്റെ ദാസൻ കടന്നുപോയി. പിന്നീട് അനേക രാജ്യങ്ങളിൽ ശുശ്രൂഷയുടെ വഴി ദൈവം തുറന്നു. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം പിന്നീട് എഴുതി. അദ്ദേഹം എഴുതിയ നല്ല നല്ല ഒത്തിരി ഗാനങ്ങള് നമ്മൾ പാടാറുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ, ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ, ഓർക്കും തോറും രമ്യം. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഋബലഘടകനബലം, മധുരഘടകനബലം, വേദപ്രഭനബലം, അംദൽ ഘമാനബലം, ഘടകനബലം, വൈഡപ്രഭനബലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റബൽ ഘമസി അംദൽ ഘമാന ഘടകനബൽ ഘമാനബല ഭൗഡലബരബലമനബ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആശ്ചര്യമേ, ഇതാരാൽ വർണ്ണിച്ചിടാം. കൃപയെ കൃപയെ എന്നുള്ള നല്ല നല്ല കുറേ ഗാനങ്ങൾ ഈ കർത്തൃദാസനെ കൊണ്ട് ദൈവം എഴുതിക്കുകയും ഒത്തിരി രാജ്യങ്ങളിൽ കർത്താവിന്റെ നാമമഹത്വത്തിന് ദൈവം നിർത്തുകയും ഏകദേശം 99 വയസ്സ് വരെ ദൈവം ആയുസ് കൊടുക്കുകയും ചെയ്തു. 100 വയസ്സോടടുക്കാൻ ചില മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് കർത്താവിന്റെ ദാസൻ ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയോട് ചേരുന്നത്. ഏകദേശം 98 വയസ്സിന്റെ ഒടുക്കം വരെ ആ ദൈവദാസൻ KSRTCയുടെ ഒക്കെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറി തിരുവനന്തപുരത്തൊക്കെ വന്ന് ശുശ്രൂഷിച്ചിട്ട് പോകുമായിരുന്നു. അവസാന നാളുകളിൽ കാലൊക്കെ നീരൊക്കെ വെച്ച് ഇരിക്കും. ഇങ്ങനെ യാത്രകളൊക്കെ കയറണുണ്ട്. എന്നാലും ആ ദൈവദാസൻ പറയും, വെക്കട്ടടാ, ഇതൊക്കെ പുഴു തിന്നാനുള്ളതല്ലേ, ഒന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ഒരാളുടെ അകമ്പടി പോലും ഇല്ലാതെ. ഇന്നൊക്കെ ഒരുപാട് പേർക്ക് AC വേണം, ദൈവദാസന്മാര് കൂടെ വേണം, വീശിക്കൊടുക്കാൻ ആൾക്കാർ വേണം. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണുമ്പോ ആ പിതാവ് ഒരു അകമ്പടിയും ഇല്ലാതെ തന്നെ ഏൽപ്പിച്ച വേല 99 വയസ്സിലും വിശുദ്ധിയോടെ ചെയ്ത ദൈവസന്നിധിയിൽ പോയത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതൊക്കെ എടുത്തു പറഞ്ഞതിന്റെ കാര്യം, കർത്തരുടെ ആവിയാണവർ പേസുന്നവർ. ആ ശബ്ദത്തെ കേൾക്കുന്നവരെ ദേവൻ ഭയപ്പെടുത്തും. ഹല്ലേലൂയ. ഈ കർത്തരുടെ ആവി ഫിലിപ്പിനോട് പേസി എന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. നമുക്ക് ആമേൻ അടുത്തൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഈ പരിശുദ്ധാവി ആമേൻ നമ്മെ നടത്തും, പരിശുദ്ധാവി പേസും, പരിശുദ്ധാവി നമ്മെ തൂക്കിയെടുക്കും. ആ വാക്യം കൂടെ അപ്പോസ്തല നടപടികൾ അതിനുടെ 8-ാം അധികാരം അതിനുടെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോസ്തല നടപടി 8-ാം അധികാരം അതിനുടെ 39-ാമത്തെ വാക്യം ചേർന്ന് വായിക്കാം. அவர்கள் தண்ணீரிலிருந்து கரையேறின பொழுது கர்த்தருடைய ஆவியானவர் பிலிப்பை கொண்டு போய் விட்டார்.
അവര് തണ്ണീരിൽ നിന്ന് കരയേറിയപ്പോൾ കർത്തരുടെ ആവിയാണവർ ഫിലിപ്പെ കൊണ്ടുപോയി വിട്ടാൻ. അടുത്ത വാക്യം. മന്ത്രി അപ്പുറം അവനെ കാണാമൽ സന്തോഷത്തോടെ തൻ വഴിയെ പോനാൻ. 40. ആസോത്തിലെ കാണപ്പെട്ട് അവിടത്തിലിരുന്ന് പ്രയാണം പറ്റി. മതി മതി മതി. സ്തോത്രം. ജ്ഞാനസ്നാനം എടുക്കുവാനായി ഫിലിപ്പ് എന്ന ഊളിയക്കാരനും മന്ത്രിയും ഇവർ രണ്ടുപേരും തണ്ണീരിൽ ഇറങ്ങി. ഫിലിപ്പ് എന്ന ഊളിയക്കാരൻ മന്ത്രിക്ക് ജ്ഞാനസ്നാനം കൊടുത്തു. ജ്ഞാനസ്നാനം കൊടുത്ത് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഇവർ രണ്ടുപേരുണ്ട്. കയറിക്കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ മന്ത്രി നോക്കുമ്പോ തനിക്ക് ജ്ഞാനസ്നാനം തന്ന ആളെ കാണാനില്ല. ആ സ്പോട്ടിൽ ഇൻവിസിബിൾ ആയി. അത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. മന്ത്രി സ്നാനപ്പെട്ടതിൽ സന്തോഷിച്ചുകൊണ്ട് രഥത്തിലേറിപ്പോയി. ഫിലിപ്പെ പിന്നെ ആ സ്തോതിൽ കണ്ടു. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കർത്തരുടെ ആവിയാണവർ തൂക്കിയെടുക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, പാസ്റ്ററെ പരിശുദ്ധാവി നടത്തൂ എന്ന് പറഞ്ഞു, പരിശുദ്ധാവി പേസു എന്ന് പറഞ്ഞു, പരിശുദ്ധാവി തൂക്കിയെടുക്കൂ എന്ന് പറഞ്ഞു. നമ്മളെയൊന്നും എന്നാ തൂക്കിയെടുക്കാത്തെ? നമ്മളോടൊന്നും എന്നാ ദേവാവി പേസാത്തെ? നമ്മെ എന്നാ കൈപിടിച്ച് നടത്താത്തെ? ഇപ്പിടിപ്പെട്ട ഒരു നിലവ് ചിലപ്പോൾ നമുക്കുണ്ടാകാം അല്ലേ? അതിന്റെ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോസ്തല നടപടികൾ 8-ാം അധികാരം അതിനുടെ 29-30 2 വസനങ്ങൾ ഒരു മുறை കൂടെ വാസിക്കലാമേ. സ്റ്റാർട്ട്. ரதத்துடனே சேர்ந்து கொள் என்று பிலிப்புடனே சொன்னார். அப்பொழுது பிலிப்பு ஓடி போய் சேர்ந்து. മതി മതി മതി. ആവിയാണവർ എന്നെ ചൊല്ലിയത് ഫിലിപ്പിനോട്, നീർ പോയി അന്ത ചേർന്ന് നടക്ക എന്നതാണേ ചൊല്ലിയത്. ഫിലിപ്പ് എന്നെ ചെയ്തു? നടന്നോ അതോ ഓടിപ്പോയി? അപ്പൊ നീങ്ക നല്ല പുരിയണം. ദേവ ആവി നടക്ക ചൊല്ലിന ഓടുവതற்கு ഫിലിപ്പുക്ക് മനസ്സുണ്ടായിരുന്നു. നമ്മോട് കർത്തരുടെ ആവി നടക്കാൻ പറഞ്ഞ നമ്മൾ കിടക്കും. അതാണ് ദേവൻ തൂക്കിയെടുക്കാത്തെ. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. കർത്തരുടെ ആവി നടക്കാൻ പറഞ്ഞപ്പോൾ ഓടാൻ അവളു മനസ്സുണ്ടായിരുന്നു ഫിലിപ്പുക്ക്. അപ്പടിപ്പെട്ടവർകളെയാണ് കർത്തർ തൂക്കിയെടുക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് ശരിക്കും ബൈബിളിൽ നടന്ന കാര്യമാണ്. ലിറ്ററലി തൂക്കി എടുത്തുകൊണ്ട് പരിശുദ്ധാവി പോയി. ഈ വചനം ഇത്ര ക്ലിപ്തമായി ഉള്ളത് കൊണ്ട് ഒരു കാര്യം ഞാൻ 1000 വട്ടം ഉറപ്പിച്ചു പറയാം. ഇന്നുള്ള മുഴുവൻ ദൈവസഭകളെയും ദൈവദാസന്മാരെ അടച്ചുപൂട്ടി കൽത്തുറങ്കിൽ അടച്ചാലും എന്റെ ദൈവം അതിന് മധ്യേ ഇറങ്ങി ആവശ്യമെങ്കിൽ തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി വിടുവിക്കാൻ സർവശക്തൻ തന്നെയാം. ഹെരോദ രാജാവ് 16 ചേവകരെ കാവലാക്കി 3 വാതിൽ അടച്ചുപൂട്ടി പത്രോസിന്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ടിട്ടും ഒരൊറ്റ രാത്രി ഒരു ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ നീ ആവിയിൽ നടക്ക്. ഉടൽ ഗമനബലമ. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. വൈഷബല ധുരാണബല വൈഡപ്രബടബൽ ഗമനബലമ വൈഡമന ഹസ്തബലപരമ. യേശുവിന്റെ മഹത്വം, നല്ല ദൈവത്തിന്റെ മഹത്വം, നല്ല പിതാവിന്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില ഇടങ്ങളിലൊക്കെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ ഇതുപോലെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇത്രയും വലുതല്ലെന്നേ ഉള്ളൂ. ആമേൻ. ഇങ്ങനെ സമയങ്ങളൊക്കെ വൈകിട്ട് ചില സമയങ്ങളിൽ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ പലവിധ കാരണങ്ങൾ കൊണ്ടോ അവിടെ മെസ്സേജിന് സമയത്ത് എത്തണമായിരിക്കും. മുമ്പിൽ ഒത്തിരി ദൂരം ഉണ്ടാവും. പ്രാർത്ഥിച്ച് ഇതുപോലെ അങ്ങ് ഓടിക്കും. പെട്ടെന്ന് ചെന്ന പോലെ എത്തിപ്പോയി എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. അവർ ആഗ്രഹിച്ച് തുറമുഖത്ത് എത്തിപ്പോയി എന്ന് എഴുതിയിട്ടുണ്ട്. ആമേൻ. ബൈബിളിൽ എന്ന് പറയുന്ന പോലെ ചില ദിവസങ്ങളിലൊക്കെ കൊണ്ടുപോയി വെച്ച പോലെ തോന്നും. ഞാനേ ചിന്തിക്കും, ദൈവമേ ഇത്രയും കിലോമീറ്റർ എങ്ങനെ വന്നു എന്നൊക്കെ നനച്ച സമയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ബൈബിൾ ഒരിക്കലും നുണയല്ല. ആമേ. ഈ പരിശുദ്ധാവി പേസും, പരിശുദ്ധാവി നടത്തും, കർത്തരുടെ ആവി തൂക്കിയെടുക്കും. ഇപ്പടിപ്പെട്ട ഒരു നബറും
പിൻവാങ്ങി പോകില്ല. ഇപ്പടിപ്പെട്ടവരുടെ കഴുത്ത് കണ്ടിച്ച് അവരെ യേശുവിൽ നിന്ന് മാറ്റാൻ ഒരു വല്ലമയ്ക്കും കഴിയില്ല. അതുകൊണ്ട് പൗൽ പറഞ്ഞു, ഉയരത്തിനോ ആഴത്തിനോ ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ദാരിദ്ര്യത്തിനോ നഗ്നതയ്ക്കോ ഈർച്ചവാളിനോ പൈതാകത്തിനോ കള്ളന്മാരാലുള്ള ആപത്ത് നദികളാലുള്ള ആപത്ത് യാതൊന്നിനും എന്റെ യേശുവിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാവതല്ല. മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ പറയാം. ആമേൻ. ഇങ്ങനെ കർത്തരുടെ ആവി നടത്തുന്നവർക്ക് വീട് കിട്ടിയാലും സ്തോത്രം, കിട്ടിയില്ലേലും സ്തോത്രം. രോഗം മാറിയാലും സ്തോത്രം, മാറിയില്ലേലും സ്തോത്രം. ചെങ്കടൽ മാറിയാലും സ്തോത്രം, ചെങ്കടൽ പിരിഞ്ഞില്ലേലും അവർ സ്തോത്രം പറയും. അവരുടെ മുമ്പിൽ തീച്ചൂള തകർത്തു കളയും അളവിൽ കത്തി ജ്വലിച്ചാലും അവർ സ്തോത്രം പറയും. തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചാലും അവർ സ്തോത്രം പറയും. സിംഹക്കൂട്ടിൽ ഇട്ടാലും സ്തോത്രം പറയും. സിംഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാലും അവർ സ്തോത്രം പറയും. അതെ, ദൈവാവി നിന്നെ നടത്താൻ തുടങ്ങിയാൽ എവളോ വെല്ലുവിളികൾ വന്നാലും നിന്റെ വിശ്വാസം അഴിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു മന്ത്രവാദത്തിനും കഴിയില്ല, ഒരു ആഭിചാരത്തിനും കഴിയില്ല. എത്ര പേർക്ക് നമ്പിക്കയുണ്ട്? നന്ദി നന്ദി നന്ദിയപ്പാ. ഈ നാളുകൾ പരിശുദ്ധ ആവിയിന എല്ലാവരും നിറപ്പപ്പെടട്ടെ. എല്ലാവരുടെ മേലും അഭിഷേക ശക്തി ആവിയും നിറവ് വെളിപ്പെടട്ടെ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറയാ. ഞാന് ഈ ആദ്യകാലം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോ ഒക്കെ ദൈവമക്കളെ, പണ്ട് ഞാൻ നിങ്ങളെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വന്നപ്പോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യകാലം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോ ഇതുപോലെ ഒരു ചാക്ക് മറച്ച ഒരു സഭയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, ചെറിയ ഡിസ്പ്ലേ ആയതുകൊണ്ട്. കണ്ടോ, ഇങ്ങനെ ചാക്ക് മറച്ച ഒരു സഭയായിരുന്നു ഞങ്ങളുടെ ആദ്യകാല പ്രവർത്തനം. ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാമായിരിക്കാം. ഈ ടെന്റിനകത്താണ് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കർത്തൃദാസന്മാരൊക്കെയാണ് ഇത്. ഈ ടെന്റിനകത്ത് ഏകദേശം 3.5-4 വർഷം കിടന്നു. ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോ ഉണ്ടല്ലോ, ഈ ടെന്റിന്റെ അകത്ത് കാറ്റ് കയറിയ ഇത് പൊക്കും, ദൂരെ എറിയും. സ്തോത്രം. ചില രാത്രികൾ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോഴായിരിക്കും, ശുശ്രൂഷ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമ്പോഴായിരിക്കും കാറ്റ് വീശുന്നത്. അപ്പൊ ഇത് ടെന്റിനകത്തോട്ട് കയറിയേച്ച് ടെന്റ് അങ്ങ് പൊക്കും. കാരണം ഇത് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ, ചുമ്മാ കുറെ കമ്പ് നാട്ടി വെച്ചേക്കുന്നല്ലേ. ഇതങ്ങ് പൊക്കിയെടുത്ത് ദൂരെ എറിയും. അപ്പോ ഷീറ്റൊക്കെ പറന്നു പോവും. ഞങ്ങൾ ഓടിപ്പോയി, ദേഹത്ത് വെള്ളം വീഴുമ്പോ ഓടിച്ചെന്ന് ഈ ഷീറ്റ് എടുത്ത് ഇങ്ങനെ ചൂടി പിടിക്കും. മഴയത്ത് രാത്രിയില് പാമ്പും ഈ തേളും പഴുതാരയും തവളയും സകല ഇഴജാതികളുമുള്ള ഒരു ചുമത്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു കുന്നിന്റെ മുകളിലായിരുന്നു ഞങ്ങൾ അന്ന്. അങ്ങനെ നേരം വെളുപ്പിക്കും. രാവിലെ ആകുമ്പോ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും ടെന്റ് കെട്ടും. അപ്പൊ അന്ന് ആംഗ്ലെയർ മേടിക്കാൻ പിന്നെ ബോൾട്ട് നെറ്റ് മേടിച്ചതൊന്നും ഉറപ്പിക്കാനൊന്നും പണമില്ല. ആദ്യകാലത്തെ സുവിശേഷ വേലയാ. അപ്പൊ ഞങ്ങൾ ഈ ടെന്റിനകത്ത് തന്നെ ചാക്ക് വിരിച്ച് ഒരു പാ പുതപ്പായിട്ട് മൂടി 2 പാ ഇങ്ങനെ തലയണ പോലെ വെച്ചൊക്കെയാണ് അന്ന് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. കറണ്ട് ഇല്ല, ഫാൻ ഇല്ല, ലൈറ്റ് ഇല്ല. ഞായറാഴ്ച ഉച്ചവരെ മാത്രം ജനറേറ്റർ വാടകയ്ക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ദിവസങ്ങളിൽ എല്ലാം മെഴുകുതിരി കത്തിച്ചു വെച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഒക്കെയാണ് ഞങ്ങൾ ആ ടെന്റിനകത്ത് ആ കാലഘട്ടങ്ങളിൽ വേല ചെയ്തത്, അവിടെ കിടന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ കിടന്ന് വേല ചെയ്യുന്ന ആ കാലം ചില ദിവസങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് ആരും കാണത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനും കാണും, കുറച്ച് ചെയറും കാണും. അതിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, പഴയ കാലത്തെ. അപ്പൊ രാവിലെ 10 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. വേറെ കുറച്ച് സഹോദരന്മാര് വീട് വിസിറ്റിങ്ങിനും ട്രാക്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പോകും. ചിലപ്പോൾ 90 ദിവസമൊക്കെ മീറ്റിംഗ് ഞങ്ങൾ നടത്തും. നിങ്ങൾക്കറിയാം, 3 ദിവസം വെച്ചിട്ട് തന്നെ പലരും വരുന്നില്ല. പിന്നെ 90 ദിവസം വെച്ചാ കരമേറത്തെ പറയാം. അപ്പോ അങ്ങനെ 90 ദിവസമൊക്കെ വെക്കും. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുൾ ടൈം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അങ്ങ് നിൽക്കുന്നവരായിരുന്നു ആ സമയം. കല്യാണമൊന്നും കഴിഞ്ഞിരുന്നില്ല. ഞാൻ 15-ാം വയസ്സിൽ ദൈവവേലയ്ക്ക് പോയി.
18 മുതൽ 24 വയസ്സിനിടയിലുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങളോട് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു ടീം സുവിശേഷം അറിയിക്കാൻ പോകുമ്പോ മറൊരു ടീം ടെന്റിനകത്ത് പ്രാർത്ഥിക്കും. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥന നടത്തുമ്പോൾ ഓർക്കുന്നുണ്ട്, 10 മണി മുതൽ 11 മണി വരെ സ്തോത്രം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് സൈലന്റായി പാട്ടുപാടി ഇരിക്കും. 11 മണിയാകുമ്പോൾ ആരും വരില്ല. 11 മണി മുതൽ 11:30 വരെ എഴുന്നേറ്റ് നിന്ന് ശക്തമായി ആരാധിക്കും. 11:30 മുതൽ 12 മണി വരെ വീണ്ടും തനിച്ച് വിഷയം പറയും. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദേശം രക്ഷിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, അനേകർ യേശുവിനെ അറിയട്ടെ, ഈ ദേശത്തിലെ പൈശാചിക സ്ഥിതികൾ മാറട്ടെ, ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ തന്നെ പറയും. ഞാൻ തന്നെ പ്രാർത്ഥിക്കും. ആരേലും ഒരാൾ വേണ്ടേ പ്രാർത്ഥിക്കാൻ? ഞാൻ തന്നെ വിഷയം പറയും, ഞാൻ തന്നെ പ്രാർത്ഥിക്കും. ഇങ്ങനെ ആരാധന, സ്തോത്രം, പ്രാർത്ഥന, വർഷിപ്പ് 12 മണി വരെ. 12 മണിയാവുമ്പോ മനസ്സിലാവും ഇനി ആരും വരൂല. സ്തോത്രം. 12 മണിയാവുമ്പോ എഴുന്നേക്കും. ദൈവമക്കളെ, മറ്റുള്ളവർക്ക് പൊട്ടത്തരമൊക്കെ പോലെ തോന്നും. എഴുന്നേറ്റേച്ചൊന്ന് വചനം പറയും. ഇപ്പൊ നിങ്ങളുടെ നടുവിൽ പറയൂല, കൺവെൻഷൻ കൂട്ടത്തിൽ നിന്ന് പറയുന്ന പോലെ അങ്ങ് പറയും, എടാ മത്തായിയേ, സ്തോത്രം, യേശു വരാറായി, മാനസാന്തരപ്പെടണം, ഇങ്ങനെ വിളിച്ചു പറയും. സത്യത്തിൽ അവിടെ മത്തായി ഒന്നുമില്ല, അവിടെ ചെയർ മാത്രമേ ഉള്ളൂ. ലില്ലി സഹോദരി, നീ ഭാരപ്പെടരുത്, കർത്താവ് ഇന്നും ജീവിക്കുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. മത്തായി ഇല്ല, ലില്ലി ഇല്ല, അവിടെ ചെയറെ നോക്കിയിട്ടായി വിളിച്ചു പറയുന്നത്. ഒരു ദിവസം അങ്ങനെ പ്രസംഗം കേട്ട് ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞ ഒരു അച്ചായൻ വന്ന് നോക്കിയപ്പോ ഞാൻ മാത്രം. പുള്ളി എന്ത് ചെയ്യും, പുള്ളിക്ക് വട്ടാണോ എന്നൊക്കെ ചിന്തിച്ചെന്ന് അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്റെ പ്രിയരെ, അത് വിശ്വാസത്താൽ ചെയ്തതാ. ഇന്ന് ഇരിക്കാൻ സമയമില്ലാതെ എത്രയായിരം മത്തായിമാരുടെ അടുക്കൽ, എത്രയായിരം ലില്ലിക്കുട്ടിമാരുടെ അടുക്കൽ സുവിശേഷവുമായി ഇന്ന് ദൈവം അയച്ചു. രാവും പകലും വഴി തുറന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദേവ ആവിയാണവർ നടത്താൻ തുടങ്ങിയാൽ ഏതില്ലായ്മയുടെ നടുവിലും നീ തളർന്നു പോകത്തില്ല. എത്ര ശൂന്യതയുടെ നടുവിലും നീ പതറിപ്പോകത്തില്ല. അവിടെ ദൈവം നിന്നെ നമ്പിക്കയോടെ നടത്തും. കർത്തർ ഒരു നാൾ വരുത്തും. കർത്തർ നന്മ ചെയ്യുന്ന ദിവസങ്ങൾ വരും. കർത്തർ അവസ്ഥകൾ മാറ്റും. അപ്പടിപ്പെട്ട നമ്പിക്ക ദേവൻ തരും. ഹല്ലേലൂയ. വൈഷമനം, ധുരാണബലം, റിബൽ ഘമസയാന്തരം. അതുകൊണ്ട് ദൈവപിള്ളകളെ, പരിശുദ്ധാവിനാൽ നിറപ്പപ്പെട്ടാൽ, പരിശുദ്ധാവിനെ നടത്ത തുടങ്ങിയാൽ, ഒരു വിശ്വാസത്തെ അഴിക്കുവതற்கு ഒരു വല്ലമയ്ക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ ചേർന്ന് ഹല്ലേലൂയ പറയാം. ആ നാളുകളിൽ ഞങ്ങൾ അവിടെ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് ദൈവമക്കളെ, സ്തോത്രം, ഇതുപോലെ ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ. ഇത് കണ്ടോ, ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇരുന്ന രൂപമാണ് ഇങ്ങനെയൊക്കെ എല്ലും തോലുമായിട്ടാണ് ആ സമയങ്ങളിലൊക്കെ ഇരുന്നത്. ഇങ്ങനെ അസ്ഥികളൊക്കെ പറക്കി എടുക്കാവുന്ന രീതിയിൽ എല്ലും തോലുമായി ഈ ഇങ്ങനെ ഷർട്ട് ഊരിയ എലുമ്പും കൂട് മുഴുവൻ കാണാം. എന്നെക്കാളും വലിയൊരു ഷർട്ട് ഇട്ടോണ്ടാ ഞാൻ നടന്നത്. അത് വല്ലവരും തരുന്ന ആമൻ ഷർട്ടൊക്കെ ആയിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ അവസ്ഥകളായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്നാലും ഞങ്ങള് ട്രെയിൻ പോകുമ്പോൾ, അതുവഴിയൊക്കെ ഡൽഹിയിലേക്കും അതുപോലെ ബോംബെയിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെയുള്ള ട്രെയിനുകൾ ഈ ഞങ്ങളുടെ പാസ്റ്ററിന്റെ വീടിന്റെ തൊട്ട് ചേർന്ന് റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പറയും, കർത്താവേ, ഡൽഹിയിൽ പോയി കർത്താവിനെ ഉയർത്തിയതിനായി സ്തോത്രം. ആമൻ. ബോംബെയിൽ പോയി യേശുവിനെ ഉയർത്തിയതിനായി സ്തോത്രം. ആമൻ. കണ്ണൂര് ഞങ്ങൾ പോയി യേശുവിനെ ഉയർത്തിയതിന്. ഇങ്ങനെ ട്രെയിനുകൾ പോകുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ കൈപൊക്കി പറയും. ഇന്ന് ഈ ബൈബിൾ നെഞ്ചോട് വെച്ച് പറയുക, സകല ട്രെയിനുകളിലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് സർവീസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ട്രെയിനുകളിൽ മുഴുവൻ ആമൻ രാപ്പകലില്ലാതെ യാത്ര ചെയ്ത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ പോയി യേശുവിനെ ഉയർത്താൻ ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് നമ്പിക്കയുണ്ട്? ഹല്ലേലൂയ. വൈഡബലം, മധുര ഘടകണബലം, യേശുവിന്റെ നാമത്തിൽ. വൈഡപ്രഭാനബൽ ഘമധുരാനബസ്യ. ഹല്ലേലൂയ. അശ്വബൗഡം ധുരാനബലം, വൈഡൽ ഘമാനബലം. നല്ല പിതാവേ, നന്ദി പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ പപ്പ കുടിയനായി എന്നെ ആമേൻ സ്തോത്രം അടിക്കും, തുപ്പും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കുടിച്ചേച്ച് വന്ന് പാമ്പാടുന്നത് പോലെ ആടി മുഖത്ത് തുപ്പിയിട്ടുണ്ട്.
നിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് പച്ചത്തെറി കെട്ട വാർത്ത വിളിച്ച് മുഖത്തടിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണടയ്ക്കാൻ ചിലപ്പോൾ നേരം പേടി. ഈ പപ്പ വന്ന് ചിലപ്പോൾ മുഖത്തടിക്കും, ചിലപ്പോൾ ഷർട്ടെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴും ഞാൻ പരിശുദ്ധാവിയിൽ ആ നാളുകളിൽ നിറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, പപ്പ തുപ്പിയ നാക്കുകൊണ്ട് പപ്പ സ്തോത്രം പറയും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ. എന്നെ അടിച്ച സ്തോത്രം അതേ കൈകൾ കൊണ്ട് പപ്പ നിങ്ങൾ ബൈബിൾ എടുക്കും, സ്തോത്രം. കാരണം എനിക്ക് അന്നും ഈ ഒരു വചനം എന്നെ ബലപ്പെടുത്തിയിരുന്നു. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലാണ്. കർത്തരുടെ ആവിയിൽ നിറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ അത് നടക്കും. നമ്മുടെ ദേവൻ തന്നെ മുഴുവൻ ഉലകത്തെയും ചമച്ചത് ഉണ്ടാകട്ടെ എന്ന വാർത്തയാല. ആ ദേവാവിയ നമ്മുടെ ആമൻ ഉള്ളിലുള്ളത്. കരമുയർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് പോസിറ്റീവായി നിങ്ങൾ സംസാരിച്ചാൽ ദൈവം അത് ചെയ്യുമെന്ന് എനിക്ക് ആ നാളുകളിലെ ഉറപ്പുണ്ടായിരുന്നു. പ്രത്യാശയുള്ളവർ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തോത്രം, വിശ്വാസത്തോടെ പറയും, ആമൻ പപ്പ ഇത് ചെയ്യും. ഞാൻ ഇത് 2006 മുതൽ പറയുന്നതാ. 2010 12 14 ഒരു മാറ്റവും ഇല്ല. കൂടി വരിക. സ്തോത്രം. ഞാൻ പറയും, അപ്പൻ ബൈബിൾ എടുക്കും, അപ്പൻ യേശുവിനെ ഉയർത്തും, അപ്പൻ യേശുവിനെ ആരാധിക്കും. എവിടെ ഇത് കൂടിയാ വരുന്നേ? പക്ഷേ 10 വർഷം ഞാനത് വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. 2006 മുതൽ 2016 വരെ. 2016 പപ്പയെ ദൈവം തൊട്ടു. ഹല്ലേലൂയ. കുടിയനായ അപ്പനെ ദൈവം തൊടുകയും ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകാൻ ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പപ്പയും ഒരുങ്ങി സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കുക. എവിടെ പോവാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ കൂടെ ഇന്നു മുതൽ ഞാൻ ആരാധനയ്ക്ക് വരികയാ മോനെ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. പപ്പ ഇങ്ങനെ പറയുന്നൊന്നും എനിക്കൊരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. പപ്പ എന്റെ കൂടെ എന്ന് പ്രാർത്ഥനയ്ക്ക് വന്നു. അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും പപ്പയും മമ്മിയും മുടങ്ങാതെ ആരാധനയ്ക്ക് പോകുമായിരുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ പപ്പ പറഞ്ഞ്, എനിക്ക് സ്നാനപ്പെടണം. ആമൻ. ഇല്ല എങ്കിൽ ഞാൻ ഇന്ന് മരിച്ചാൽ നരകത്തിലല്ലേ പോകുന്നത്, എനിക്ക് സ്നാനപ്പെടണമെന്ന് പപ്പ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോയി ഞങ്ങള് സ്നാനപ്പെടുത്തി. അതിനുശേഷം അനേക നാളുകൾ ആ ദേശത്ത് തന്നെ, എവിടെയാണോ കുടിച്ച് കിടന്നത് അതേ ദേശത്ത് ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പപ്പ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കളിയാക്കിയവരെ ഒക്കെ ദൈവം കാണിച്ചു. സ്തോത്രം. പപ്പ കുടിച്ച് കാനേ കിടക്കുമ്പോ ഞാൻ ഈ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയം നാട്ടുകാർ വിളിച്ചു പറയും, അപ്പൻ കുടിച്ച് ദേ വഴിയിൽ കിടക്കുന്നടാന്ന് പറയും. അപ്പോ ഞാനും ചേട്ടനും രാത്രി 10 മണിക്ക് 10:30 ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മീറ്റിങ്ങിൽ യേശു നല്ലവനെന്ന് പ്രസംഗിച്ചിട്ട് വരുമ്പോഴായിരിക്കും അപ്പൻ ഈ കിടപ്പ് കിടക്കുന്നത്. അങ്ങനെ അപ്പനെ ഞാനും ചേട്ടനും കൂടെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോ എന്റെ ബന്ധുക്കളിൽ തന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നേ, ആദ്യം നിന്റെ അപ്പനെ നന്നാക്കടാ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ കാർന്നവര് ഒരിക്കലും ഗുണമാവില്ല മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അന്നും ഞാൻ പറയുമായിരുന്നു, ഞാൻ വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ അപ്പന് ദൈവം തൊടും, ഈ അപ്പൻ ബൈബിൾ എടുക്കും, ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുന്നത് ദൈവം നിങ്ങളെ കാണിക്കും എന്ന് ഞാൻ പറയുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ നാട്ടുകാർ കാണെ ദൈവം അത് കാണിച്ചു. അങ്ങനെയെങ്കിൽ വീണ്ടും പറയുന്നു, നിങ്ങൾ ചോർന്നു പോകരുത്, ആവിയിൽ നിറയണം, പ്രാർത്ഥിക്കണം. എല്ലാ ശത്രുവിന്റെ കെട്ടുകളെയും ദൈവം അഴിച്ചു കളയും. ദൈവത്തിന്റെ മഹത്വം ദൈവം നിങ്ങളെ കാണിക്കും. നമ്പിക്കയുള്ള എത്ര പേരുണ്ട്? വൈഡബലം, ആധുര ഘടകണബലം യേശുവിന്റെ നാമത്തിൽ. ഹസ്താന ധുരാലബ റിഖാനബലബ വൈഡ പ്രബലബൽ കമസിയാനബലബ. ഹല്ലേലൂയ ഹല്ലേലൂയ. റീബൽ കമസി അന്തരേ. നന്ദി പരിശുദ്ധ ദൈവമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയും. അതുകൊണ്ട് പരിശുദ്ധ ആവിയിൽ നിങ്ങൾ എല്ലാ ദിവസവും നിറയാമെങ്കിൽ, എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പാടുവാനും പ്രാർത്ഥിക്കുവാനും അന്യഭാഷകളിൽ ആരാധിക്കുവാനും കുറെ സമയങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠ ഇരിക്കാമെങ്കിൽ,
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്തരുടെ ആവി ഒഴുക്കെതിരെ നീന്താൻ നിങ്ങൾക്ക് അഭിഷേകം തരും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. പ്രതികൂലങ്ങളെ ജയിക്കുവാൻ കർത്തർ ഉങ്ങളുടെ മേൽ വല്ലമയെ പകരും. ആന്റിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. നിറയെ പോരാട്ടങ്ങൾ നിങ്ങളുടെ വാഴ്ക്കയിലുമുണ്ട്. ധാരാളം പ്രശ്നങ്ങളിലൂടെ നീയും കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ വചനങ്ങളൊക്കെ വിശ്വാസത്തോടെ ഏറ്റെടുത്തത് കൊണ്ട് ഉങ്ങളുടെ വാഴ്ക്കയിലും ദേവനുടെ കരം ചലിക്കും. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ഇനി എനിക്കിത് ചെയ്യ മുടിയില്ല, ആമേൻ, ഈ കാര്യത്തിൽ ഇനി ഒരു വിടുതലില്ല എന്ന് നനച്ചിരിക്കുമ്പോഴായിരിക്കും ദൈവം ഇറങ്ങി വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പത്രോസ് ജയിലിനകത്ത് കിടക്കുന്ന സമയം ആരും വിടുവിക്കാനില്ല. എല്ലാം രാജാവ് അടച്ചു പൂട്ടിയിരിക്കുക. ദൂതൻ വന്നു. ഹല്ലേലൂയ. സഭ ഊക്കമായി ജപം പണിയപ്പോ ദൂതൻ ഇറങ്ങി. ഈ രാജാവ് അടച്ചു വെച്ച വാതിൽ ദൂതൻ തുറന്നു. രാജ ചങ്ങലക്കിട്ടതൊക്കെ ദൂതൻ അഴിച്ചു. തൻ ദാസനെ ഒരു പോറൽ പോലും ഇല്ലാமல் വെളിയെ വരുത്തി. ആ ദേവനെ അമ്മ നീ ആരാധിക്കുന്നത്. അതിനാൽ കവലപ്പെട വേണ്ട. എല്ലാ വാസിലും അടച്ചാലും ഉനക്ക് വാസിൽ ദേവൻ തുറക്കും. കർത്തർ വഴി തുറക്കും. നമ്പിക്കയുള്ള എത്ര പേരുണ്ട്? റിബല ഘടകം, ആൽക്കണബല ഘടകം. അതുകൊണ്ട് ഇന്ന് പകല് നീങ്ക யாரும் തളരരുത്, സോർന്നു പോകக்கூடாது. കർത്തരിൻ മഹിമയിൻ കരം, വിടുതലിൻ കരം, അഭിഷേക കരം നിങ്ങൾ കാണും. യേശുവിന്റെ നാമത്തിൽ ദേവനുടെ മഹിമയെ കാണും. ആൽക്കബൗഡൻ ജുഡാനബലം, അന്ധരഘടകണബലം, വൈഡ പ്രൗഢനബൽ ഘമസ്യഘടകണബലമ, വൈഡബല ഘടകണബൽ ഘമാനബല ഘടകണബലമ, റിബല ഘടകണബല. യേശുവിന്റെ അഭിഷേകം ഉന്മേലുണ്ട് മകനെ. നിന്നെ കർത്തർ വല്ലമയായി ഭയപ്പെടുത്തുവാൻ, അഭിഷേകം നിറവോടെ ഭയപ്പെടുത്തുവാൻ, അഗ്നി വല്ലമை ഉന്മേൽ വെളിപ്പെടുവാൻ. യേശുവിന് നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയോട് സ്തോത്രമപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അടയ്ക്കപ്പെട്ട വാതിലുകളുടെ നടുവിൽ ദൈവം വഴി തുറക്കൂട്ടോ. അമ്മയുടെ കണ്ണീരിന് ദൈവം മറുപടി തരും. ആമേൻ. കർത്താവിന്റെ ദാസനെ, നിങ്ങളുടെ മേലെ ശക്തമായ ഒരു ഊളിയ വിളിയുണ്ട് കേട്ടോ. പരിശുദ്ധാവിൻ വെളിപ്പാടുകളെ ദേവൻ നിനക്ക് തരും. കൃപാവരങ്ങളെ ദേവൻ തരും. റിബൽ ഗമസി അന്ധര, ദേവനുടെ ശബ്ദം കേൾക്കാൻ കർത്തർ ഉങ്ങളുടെ വാഴ്ക്കയിൽ ഉദവി ചെയ്യും. റാന്ധ വൈഡമ ഹസ്യഘടകനബലം റിബൽ കമനം, പലരെയും കർത്തരിക്കുള്ളെ കൊണ്ടുവരുവാൻ, അനേകരെ ദേവനുക്കുള്ളെ നേടിയെടുക്കുവാനുള്ള ഒരു വിളി ഉങ്ങളുടെ മേലുണ്ടെന്ന് പരിശുദ്ധാവി എന്നിടത്തിൽ പേസുന്നു. റിബൽ കമന വല്ലമയായി നീങ്ക വചനത്തെ എടുത്ത് പേസുവதற்கு ഒരു പെരിയ ബലം ഉങ്ങൾക്കുള്ള ഇരിക്കുന്നത് കർത്തരുടെ ആവി എന്നെ കാണിക്കുന്നു. ഷബൽ ഖമാനബലം, നീ വരും നാളുകളിൽ വസനം പേസുമ്പോൾ ആവി അഗ്നി ആമൻ മക്കൾക്കുള്ള വെളിപ്പെട തുടങ്ങും. അത്തരത്തിൽ ഉങ്ങളുടെ നാവെ കർത്തർ അഭിഷേകം ചെയ്യ പോകുകയാ. റമന ഘടകനബൽ ഖമനബല ഘടകനബലബ. ഏലിയാവിൽ നിന്ന് എലീശാവിലേക്ക് ഒരു പുതപ്പ് വീണ പോലെ ഇന്ന് പകല് ദേവനിൻ മഹിമയും പുതപ്പ് ഉന്മേൽ വീഴണത് കർത്തരുടെ ആവി എന്നെ കാണിക്കുന്നു. യെസ്, ஷானபல கடகனபல ஹந்தர, உனக்கு ஒரு பெரிய வாஞ்சை உண்டு. உன்னை அழிக்குவதற்கு எந்த வல்லமைக்கு முடியாது. தேவ தூதர்கள் உனக்கு பாதுகாப்பாய் இருக்கிறதை ഞാൻ കാണുകയോ. കർത്തരിൻ തീ ഉനക്കുള്ളേ വെളിപ്പെടുകയോ. വൈഡമന ഘടകനബൽ ഘമസ്യ ഘടകനബൽ ഘമാനബല ഘടകനബൽ ഘമാനബലബ ആൽക്കബൗഡരംബ വാനഘട്ടനബല വേദഘട്ടനബല ആൽക്കബൗഡര ഇദനാബലം ദ വേദ രക്ഷനാബലം ദ. യേശുവിന്റെ കരം ഉനക്കുള്ളയും വെളിപ്പെടുകയാ. നല്ല പെട്ടുകോൾ, പെട്ടുകോൾ. വൈഡബലഘടകം യേശുവിന്റെ നാമത്തിൽ ദേവനുടെ അഭിഷേക തീ വെളിപ്പെട്ട് വരട്ടും. അപ്പ ഊഠലബല കഥനബല ഹസ്തമനബല ബലബലബനബ ரமன கடகனபல. கர்த்தரின் கரம் இறங்க போகையா, கர்த்தரின் கரம் இறங்க போகையா, கர்த்தரின் கரம் இறங்க போகையா, கர்த்தரின் மகிமை இறங்க போகையா, தேவனுடைய மகிமை இறங்க போகையா. ரிபல கடகனபல. யூத்துக்கு லீடராய் രാജ്യങ്ങളുടെ ഉണർവുക്കായി അഭിഷേകത്തെ ഉന്മേൽ വ്യാപരിക്കുന്നു. സർവവല്ലമയുള്ള ദേവനെ, ഉമത് ഊഴിയത്തുക്കായുള്ള അഭിഷേകം இந்த മകന്മേൽ റിലീസ് ആകട്ടെ. റബല ഹമദ ഹദുര ഹംബവ വൈഡബ ഹഷബ ധുരാമ ഹൽകബ വൈഡ പ്രഭ നബൽ ഖബ നബൽ ഖബ നബൽ ഖബ. യേശുവിന്റെ നാമത്തിൽ അത്തരം പേരെയും
கர்த்தர் நிரக்க போகையா. அத்தனை பேருட மேலும் கர்த்தரின் அக்னி இறங்க போகையா. தேவனுட மகிமை இறங்க போகையா. சமன கடகணபலம், பெரிய வெளிப்பாடுகள், பெரிய தரிசனங்கள், ஆவியின் அக்னி இந்நாட்களில் வெளிப்படுது மகளே. வைடமன கடகணபல் கமதுரான பல கடகணபலம். இந்த பிள்ளைகட மேல் அபிஷேக சக்தி இறங்கட்டும், ஆவியின் வல்லமை இறங்கட்டும். ரிபல கடகணபலம், பரிசுத்தாவின் தீ இறங்கி வரட்டும். அபிஷேகத்தின் மகிமை, அபிஷேக தீ வெளிப்படுகையா மக்களே. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ദേവനുടെ മഹിമ ഇറങ്ങട്ടും, പരിശുദ്ധ ദേവനുടെ മഹിമ ഇറങ്ങട്ടും. യേശുവിന്റെ നാമത്തിൽ ദേവനുടെ അളവറ്റ പ്രസന്നം, ദേവ ആവിൻ മഹിമ ഇറങ്ങി വരട്ടും. വൈഡബല ഘടകണബലം, ഹർഷപ്രബണബലം, യേശുവിന്റെ നാമത്തിൽ ആ ജീവൻ உண்மையில் கர்த்தரின் அக்னி இறங்கும். நின் நிந்தகளை தேவன் மாற்றும், நின் நிந்தகளை தேவன் மாற்றும். வைடபா ஹர்ஷமா திபானபா அந்தல் கமன கடகனபல. நீ ஜெபிക്കുന്ന விஷயங்கள் வீணாய் போகாது. நீ ஜெபம் பண்ணன காரியங்கள மேல் கர்த்தரின் அக்னி இறங்கி வரும், கர்த்தரின் கரம் இறங்கி வரும். ஓ ஷலபரபலபா ஹர்ஷமனபலபா ரிபலகடகனபலபா. அத்தனை பேரிலேக்கும் கர்த்தரின் மகிமை இறங்கட்டும் ஆண்டவரே, கர்த்தரின் கரம் இறங்கட்டும் ஆண்டவரே. ரஹல் கமஸே ஹேலரதே ரிபா லகசியானபா. இவருடைய வாழ்க்கையில் விடுதலைகள் நடக்கட்டும், தடைகள் அழியட்டும், பாரங்கள் மாறட்டும், சத்ருவின் கிரியைகள் அழியட்டும் ஆண்டவரே. യേശുവിന്റെ നാമത്തിൽ ദേവനിൻ മഹിമை, ദേവനിൻ പ്രസന്നം, ദേവനിൻ കരം. ഓ റഹൽ ഗമസി അന്തരേ ഉഠല ബരകഥാന ബല ബൗഡല ബര ബല മന ബല ബൗഡല ബര ബലബ. വൈശമന ഗടഗണ ബൽ ഘമന ബല ഗടഗണ ബലബ. വൈഡ ബല ഗടഗണ ബൽ ഘമാന ബല ഗടഗണ ബലബ. വൈഡ പ്രവണ ബൽ ഘമാന ബല ഗടഗണ ബസിയാന. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ നടക്കട്டும் அப்பா, അത്ഭുതങ്ങൾ നടക്കட்டும் அப்பா. ஆகார் ஜெபம் பண்ணியപ്പോൾ அந்த வனாந்தரத்தில் ஊற்று துறந்த தேவனின் கரம் இந்த மகளுக்காய் இறங்கி வரட்டும். ஓ ரீமான பல பல பலபா. உடம்புக்கு பலத்தை கொடுக்கணும் அப்பா, இடுப்புகளை பலப்படுத்தணும் அப்பா. ஜெபிக்கன காரியங்கள் கர்த்தரின் மகிமை இறங்கி வரட்டும். ஹalleluya ஹalleluya. നന്ദിയാവിയാണവരെ, നന്ദിയാവിയാണവരെ, നന്ദിയാവിയാണവരെ. ഹല്ലേലൂയ. സിസ്റ്ററെ, പരിശുദ്ധാവി എന്നെ കാണിച്ചത്, സ്തോത്രം, കുറെ കയറുകൾ ഇങ്ങനെ ഈ കുരുക്കി കുരുക്കി ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. നിങ്ങളെ നോക്കുമ്പോ ഈ കയറ് ഇങ്ങനെ കടുങ്കെട്ട് വീടില്ലേ, നമ്മളിങ്ങനെ കുറെ കയറുകൾ കൂട്ടിയിടുമ്പോ ചിലപ്പോ ഇതിങ്ങനെ കെട്ട് വീണ് കിടക്കും. പിന്നെ അത് അഴിച്ചെടുക്കാൻ വലിയ ഭാരം പോലെ ആയിരിക്കും. ഓരോന്ന് ശ്രദ്ധിച്ച് അഴിക്കണം. ഞാൻ നിങ്ങളെ നോക്കുന്ന സമയം കുറെ കടുങ്കെട്ടുകൾ പോലെ, കുറെ കുരുക്കുകൾ പോലെ ജീവിതത്തിൽ കണ്ടു. ഞാൻ നിങ്ങളെ നോക്കുന്ന സമയം റിബൽ ഖമാന ഘടകന ബലം. ശ്രദ്ധിക്കണേ, ഒരു ഭാഗത്ത് നമ്മൾ അഴിക്കുമ്പം വേറൊരു ഭാഗത്ത് കുരുങ്ങും, അതൊന്ന് അഴിച്ചു വരുമ്പോ അടുത്ത ഭാഗത്ത് കുരുങ്ങും. ഇങ്ങനെ നിന്റെ வாழ்க்கைയിൽ കുറെ പ്രതിസന്ധികൾ കടുങ്കെട്ട് പോലെ കിടക്കുന്നത് ഒരു വെളിപ്പാട് പോലെ ഞാൻ കണ്ടു. നേറ്റിൽ ഞാൻ ചൊല്ലിയതുപോലെ പരിശുദ്ധാവി അഗ്നിയ, അത് ഇറങ്ങി വരുമ്പോ കുരുക്കുകൾ അഴിയല്ല, കുരുക്കുകൾ കരിയും. നിന്റെ ജീവിതത്തിൽ പല നിരാശകളുണ്ട്, പല പ്രതിസന്ധികളെ എടുത്തു കാണിക്കുന്നതാ ഓരോ കുരുക്കുകളും. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്തരുടെ സമൂഹത്തിൽ നീ ജപം പണ്ണണം. ആവിയാണവരെ, അഗ്നി എന്മേൽ ഊറ്റണം. ആ ജപത്തിൻ മധ്യത്തിൽ കർത്തരിൻ തീ ഇറങ്ങുമ്പോ നീ കേൾക്കണ അത്തനെ കേൾവിക്കും ബദൽ കിടക്ക തുടങ്ങും. ഈ നാളുകളിൽ തനിയായിരുന്ന് കൂടുതലായി ആരാധിക്കണം, ജപം പണ്ണണം. കർത്തരിൻ അഭിഷേകം ഇറങ്ങി വരും, നിൻ കണ്ണീർക്ക് വിടുതൽ ഉണ്ടാകും. ആമേൻ. ആൻജി, നിങ്ങളുടെ ഇടുപ്പിനെ കർത്തർ ബലപ്പെടുത്തും. തല മുതൽ കാൽപാദം വരേക്കും ആവിயின் അഗ്നി വെളിപ്പെടും. നീ നിറയെ ഭാരപ്പെടുന്ന വ്യക്തിയാ, ரொம்ப ബലഹീനങ്ങൾ നിൻ എലുമ്പുക്കുള്ള ഉണ്ട്. கர்த்தர் உன்னை பலப்படுத்தும். இது தேவன் சொல்லன ஆலோசனையா. ரிபல் கமான பலம். ஹாகார் ஜபம் பண்ணி വനാന്തരത്തിൽ ഒരു ഊറ്റായി ദേവൻ ഇറങ്ങി വന്നു. ഷബൽ ഗമനം, എല്ലാ നമ്പിക്കയും മറ്റ ഹാഗാർ ജപിച്ചത് ആന കർത്തർ അങ്ങേ ഒരു ഊറ്റായി ഇറങ്ങി വന്ന പോലെ ഈ നാളുകൾ നീ അത് കാണും.
വനാന്തരത്തിൽ ഊറ്റെ തുറക്കുന്ന ദേവനുടെ കരം ഉൻ ജപക്കുറിപ്പിന്മേൽ ഇറങ്ങി വരുന്നത് നീ കാണും. ഇത് കർത്തർ ചൊല്ലുന്ന ആലോചനയാ. എത്ര പേർക്ക് നമ്പിക്കയുണ്ട്? കൈ ഉയർത്തി ഹല്ലേലൂയ. ഇപ്പോഴത് നമുക്ക് കർത്തരുടെ സമൂഹത്തിൽ എളുപ്പി നിൽക്കാം. ഒരു പാടലേ കർത്താവിന്റെ ദാസൻ പാടി നമുക്ക് ആരാധിച്ച് ഈ സെക്ഷൻ മുടിக்கலாம். ആമേൻ. എല്ലാവർക്കും ദേവനുടെ സമൂഹത്തിൽ എളുപ്പി നിൽക്കാം. கர்த்தர் உங்களோடு எல்லாவரோடும் பேசண தெய்வமான ஹல்லேலூயா. உங்களுடைய அத்தனை ஜெபங்களையும் தேவன் காணுகையான கர்த்தர் உங்களோட மேல் பெரிய காரியங்களை செய்யும். கை உயர்த்தி ஒരിക്കൽ கூட ஹல்லேலூயா പറയാമേ. സ്തോത്രം. ആമേൻ.